നിങ്ങൾ കോഡ് ചെയ്യുമ്പോൾ GPT, Gemini, DeepSeek ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ? പലപ്പോഴും നിങ്ങൾ കോഡ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ അല്ലേ? നമ്മൾ ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ GPT അല്ലെങ്കിൽ DeepSeek വേണ്ടി നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുന്നു. അതിന് കിട്ടുന്ന റിസൾട്ട് എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമ്മളിവിടെ എഡിറ്ററിൽ നിന്ന് പേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടാസ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എഡിറ്ററിൽ വന്നിട്ട് ആ ഒരു കോഡ് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് ഈ DeepSeek മേലൊക്കെ പോയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിന് സൊല്യൂഷൻ ചെയ്യിക്കുന്നു. അതേപോലെ മൾട്ടിപ്പിൾ ഈ LLM മോഡൽ നമ്മൾ അറ്റ് എ ടൈം യൂസ് ചെയ്യുക. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഒരു ടൂളിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേഴ്സ്. കേഴ്സ് പറഞ്ഞാൽ ഒരു ഫുള്ളി ആയി പവർഡ് സോഫ്റ്റ്വെയർ ആണ്. കേഴ്സിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് കുറേ കമാൻഡും കാര്യങ്ങളുണ്ട്. അതൊക്കെ യൂസ് അതിനൊരു എക്സാമ്പിളാണ് ഒരു കമാൻഡ്. ആ കമാൻഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബേസ് ആപ്പ്, ഒരു റിയാക്റ്റിൻ്റെ കേസാണ്, ഒരു റിയാക്റ്റിൻ്റെ ബേസ് ആപ്പ് ജനറേറ്റ് ആവും. അതേപോലെ ഈ കേഴ്സിൻ്റെ എഡിറ്ററിൽ ഒരു പ്രോംപ്റ്റ് അടിക്കാനുള്ള ഒരു സ്പെസിഫിക് ഒരു പാർട്ട് ഉണ്ട്. അവിടെ നമുക്കൊരു ഒരു ഇൻഡിവിജ്വൽ ഫയലിലുള്ള ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വരുന്ന ഒരു സംഭവമുണ്ട്. അത് ഓട്ടോമാറ്റിക് ജനറേറ്റ് ആവുന്നതാണ് ഒരു വലിയ കാര്യം. മാത്രമല്ല നമുക്കൊരു ഫയലിലുള്ള ഒരു സ്പെസിഫിക് ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും അപ്ഡേഷൻ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ മെൻഷൻ ചെയ്തിട്ട് അവിടെ പ്രോംപ്റ്റ് അടിക്കാം. സോ അതിൻ്റെ റിസൾട്ട് എന്താവും, അവിടെ ഓട്ടോ ജനറേറ്റ് ആവും. അത് അക്സെപ്റ്റ് ചെയ്യുക, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് നമുക്കൊരു API അത് നമുക്ക് പ്ലഗ് ഇൻ ചെയ്യുക, അതിൻ്റെ ഇൻറ്റഗ്രേഷൻ കാര്യങ്ങൾ അതൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു വലിയൊരു കാര്യം.